സ്പെഷ്യൽ മീറ്റ് ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഇത് സമൂസ, കട്ട്ലറ്റ്, പഫ്സ്, ഇറച്ചിപ്പോള ഇവയ്ക്കെല്ലാം ഫില്ലിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ നോമ്പിന് മുന്നേ തന്നെ തയ്യാറാക്കി വെക്കും. എന്നിട്ട് എന്താണോ ഉണ്ടാക്കുന്നത് ഇതിന് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാറാണ് പതിവ്. ഇതിന് ആദ്യമായി വേണ്ടത് 1/2 kg ചിക്കൻ. എല്ലില്ലാത്ത പീസാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ചൂടാറുമ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് 3 സവാളയാണ്. 3 സവാളയും ഈ ഫുഡ് പ്രോസസ്സറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ക്യാരറ്റും ക്യാബേജും ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. അതും ക്രഷ് ചെയ്തെടുക്കണം. ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ കിച്ചണിൻ്റെ ഒരു ടൈം സേവറാണ് കേട്ടോ. എളുപ്പം കാര്യങ്ങൾ പണിയില്ല, എളുപ്പം കഴിയും. എത്ര ബിരിയാണി. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുക. ഇത് 3 കൂടെ പേസ്റ്റ് ചെയ്തെടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. ഒരുപാട് ഡ്രൈ ആക്കണ്ട, ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓവർ കുക്ക് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴണ്ടാൽ മതി. അതിനുശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ക്യാബേജും ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ക്യാബേജും ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വെജീസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കുട്ടികൾ കഴിക്കുമ്പോൾ ഈ വെജീസ് ഒന്നും ഡയറക്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇതിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് ക്യാപ്സിക്കം ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി ഒരുപാട് ഡ്രൈ ആക്കാതെ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. എനിക്ക് ഒരുപാട് ഡ്രൈ ആവുന്ന ഇഷ്ടമല്ല, കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചർ ഇഷ്ടം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് മീറ്റ് മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ. അല്ലാതെ ഒരുപാട് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല. ഇതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവർ ചിക്കൻ്റെ കിട്ടണമെങ്കിൽ നമ്മൾ മസാലാസ് കുറച്ച് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. എനിക്ക് ഒരുപാട് ഡ്രൈ ആവുന്ന ഇഷ്ടമല്ല, കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചർ ഇഷ്ടം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം നമ്മുടെ മീറ്റ് ആൻഡ് വെജീസ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സമൂസയും കൂടി ഇത് വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കാം. ഒരു മിനി സമൂസയുടെ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മടക്കി അതിൽ ഫില്ലിങ് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ റഫായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് മടക്കി അതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഈസിയാണ് പണി. ഈ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സമൂസ അല്ലെങ്കിൽ കട്ട്ലറ്റ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കിഴങ്ങും കൂടെ ബോയിൽ ചെയ്ത് ചേർത്താൽ മതി. അതും കൂടെ ഈ ഫില്ലിങ് നമുക്ക് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ 2 ആഴ്ചയോളം കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. സമൂസ ഇങ്ങനെ മടക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. ഞാൻ നോർമലി എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ എണ്ണ യൂസ് ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വളരെ നല്ലത്. ഇത് വെച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കിഴങ്ങും കൂടെ ബോയിൽ ചെയ്ത് ചേർത്താൽ മതി. പപ്സിനാണെങ്കിൽ കുറച്ചുകൂടി ഇത് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ ബെസ്റ്റാണ്. അങ്ങനെ ഈ ഫില്ലിങ് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. എല്ലാവരും ഇത് തയ്യാറാക്കി വെച്ച് നോക്കൂ. ഒരു ബെസ്റ്റ് ടൈം സേവറാണ് നമുക്കിത്. താങ്ക് യു.